ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. മലയാളത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ അധികം ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്യാറില്ല. കാരണം അതിൻ്റെ ആവശ്യം വരാറില്ല. കാരണം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കഥയും പ്ലോട്ടും നൽകുന്ന നമ്മുടെ കൊച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അത് ആവശ്യം വരാറില്ല. ബട്ട് ആ റൂള് ബ്രേക്ക് ചെയ്ത് ഞാൻ വീണ്ടും അല്ല ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇത് 2024 ആദ്യത്തെ ബ്രേക്ക് ഡൗൺ വീഡിയോ. അതും നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ്റെയും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെയും ഒരു നെക്സ്റ്റ് സിനിമ. അത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലായതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഇത് ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ തക്കതായ സപ്പോർട്ട് തരണമെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും ഇടാം. മലൈക്കോട്ടെ വാലിബൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അത് വെറും ഇതായിരുന്നു, ബ്രേക്ക് ഡൗൺ അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓസ്ലർ, എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് കാണാത്തവരെ പോയി കാണാം. അത് കാരണം അത് മിസ് ഔട്ട് ചെയ്ത ട്രെയിലർ ആക്ഷനാണ്. ആൻഡ് യെസ്, ഓബ്വിയസ്ലി ഈസ് വെരി എക്സൈറ്റിങ്. ജയറാമേട്ടൻ്റെ തിരിച്ചുവരവെന്ന് പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. തിരിച്ചുവരവാവട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ബട്ട് ഈ ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ മെയിൻ വേറൊരാളെ സ്വന്തം മമ്മൂക്കയാണ്. തമിഴിൽ കാണിച്ച പോലെ തന്നെ നമ്മൾക്ക് ഇതിൽ പലപ്പോഴും മമ്മൂട്ടിയുടെ റെഫറൻസ് എനിക്ക് അറിയണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയിൽ വരുന്നുണ്ടെന്ന്. നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇതിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തായാലും കാണും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുറേ വർത്തമാനം പറഞ്ഞു, ട്രെയിലർ ശരിക്കും കിടക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗം കണ്ടതോടൊപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ ഒരു ജയിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ജയിലിൽ പോവുകയും പുള്ളിക്കാരൻ്റെ കയ്യിലൊരു പൊതിയുണ്ട്. ആൻഡ് സറൗണ്ടിങ്ങിൽ നോക്കുമ്പോൾ രണ്ട് പോലീസുകാർ ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു ജയിൽ ആ ഒരു ചേട്ടനെ ശകാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ നോക്കുന്നില്ല, കാരണം അത് വാലിഡ് അല്ല. ബട്ട് ഈ ഒരു പോലീസുകാരൻ്റെ റെഫറൻസ് ഇവിടെ കൊടുത്തത് കൊണ്ട്, ഇങ്ങനെ ഒരു നല്ല ആക്ടർ ആയതുകൊണ്ട് തന്നെയും ഇങ്ങനത്തെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് മൂവി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വല്ല ഫയൽ കൊടുക്കാനോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ബട്ട് എന്നാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ജയറാമേട്ടൻ കയ്യിൽ ഇപ്പോൾ നോക്കിക്കോട്ടെ, ആളുടെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. എന്നിട്ട് ആ ഒരു പോലീസുകാരനാണ് ഇദ്ദേഹത്തിന്, നമ്മുടെ ജയറാമേട്ടന് ഈ പൊതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്തോളൂ. അതൊരു ബ്രേക്ക് ഡൗൺ ആണ്, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ജയറാമേട്ടൻ വാങ്ങിച്ചു കൊണ്ടുപോയ ഫുഡ് നമ്മുടെ വേറെ ആരുമല്ല, അർജുൻ അശോകനാണ് ജയിൽ പുള്ളിയായിട്ട് അവിടെ ഇരിക്കുന്നത്. ആൻഡ് നമ്മുടെ അർജുൻ അശോകന് വേണ്ടിയാണ് ജയറാം ഈ ഒരു പൊതി വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, സാർ ഈ പൊതി മേടിച്ചു കൊണ്ടുവരുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതിലൊരു പ്രതിയാണ് നമ്മുടെ അർജുൻ അശോകൻ. ചിലപ്പോൾ ഒരു കുറ്റം ചെയ്തിട്ട്, വലിയൊരു കുറ്റം ചെയ്തിട്ടായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ പെട്ടുപോയത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പുറലോകത്തായിട്ടൊരു കണക്ഷൻ ഇല്ല എന്ന് അതിലും പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുമാത്രമല്ല, ഇത് ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ട് ജയറാം ഈ ഒരു പുള്ളിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ ഒരു പ്രിസണറിന് വേണ്ടി മാത്രം, അർജുൻ അശോകന് വേണ്ടി മാത്രം പുറത്തുനിന്ന് വരുത്തി കൊണ്ടുവന്നു ഫുഡ്? ജയിലിൽ ഫുഡില്ലേ നല്ലത്? അതെന്തുകൊണ്ടും നിങ്ങൾ ആലോചിക്കണം. അപ്പം അവിടെ ഉന്നയിക്കുന്നത് ഒരു പാസ്റ്റ് റെഫറൻസ് ആണ് ബിറ്റ്വീൻ ദീസ് ടു. ഒന്നെങ്കിൽ ജയറാമ കാരനായിരിക്കും അർജുൻ അശോകൻ പിടിയിലാവുന്നതും, അല്ലെങ്കിൽ വല്ല ട്രാജഡി നടന്നുണ്ടാവും പാസ്റ്റിൽ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവസാനം വരുന്നതാണ് നമ്മുടെ അഞ്ചാം പാതിര ടൈറ്റിൽ, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് അഞ്ചാം പാതിര. ആൻഡ് അഞ്ചാം പാതിരയിലെ ഇതേ റെഫറൻസ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇത് നല്ലൊരു മാച്ചിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് നന്നായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വരുന്ന സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഓസ്ലർ എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ആൻഡ് ഓസ്ലർ എന്ന് വിളിക്കുന്നത് നമ്മുടെ ജയറാമേട്ടനെയാണ്. ജയറാമേട്ടൻ്റെ പേരാണ് ഓസ്ലർ. പോസ്റ്ററുടെ കാര്യം ഞാൻ കൂടുതൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. ആ പോസ്റ്ററുടെ സാധനം ഞാൻ വേണമെങ്കിൽ അവസാനം പറയാം, അതായിരിക്കും ഭേദം. അപ്പോൾ ഇതിൽ നമ്മുടെ സിദ്ദിഖേട്ടൻ പറയുന്നുണ്ട്, ഓസ്ലർ നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷിയുള്ള ഇതെന്ന് പറയുന്നുണ്ട്. അതെന്ത് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരേ തൂവൽ പക്ഷികളാണെന്ന് പറയുന്നത്. തൂവൽ പക്ഷികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? മേ ബി ഒരു ഓൾഡ് ഏജ് ആണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരു സിമിലർ ആ രീതിയിലായിരിക്കും തോന്നുന്നത് എനിക്ക്. രണ്ടുപേർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ചിലപ്പോൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവാം. ആൻഡ് അങ്ങനെയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് പിന്നെ ഇതിൽ പലപ്പോഴും ഒരു ഓഡിയോളജി റൂമിനടുത്ത് ഒരു പോലീസുകാരും പിന്നെ വേറൊരു ചേട്ടൻ, എനിക്ക് തോന്നുന്നു ഓട്ടോ ചേട്ടനാണെന്ന് തോന്നുന്നു, തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ബട്ട് ജയറാം ടുവേർഡ്സ് ദ ക്യാമറ നോക്കുന്നുണ്ട്. അതും ഭയങ്കര സിമ്പിൾ വേഷത്തിലാണ് ജയറാമേട്ടനെ നമുക്ക് കാണാൻ പറ്റുന്നത്. വല്ല ഡിപ്രഷൻ അടിച്ചിട്ടിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു മിക്കതും. ബട്ട് ഹീസ് എ പോലീസ്മാൻ, പോലീസുകാരാണ്. ഫോറൻസിക്കാരനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ബട്ട് ക്രിമിനോളജി അങ്ങനെ ആ ഒരു സംഭവം ക്രൈമാണല്ലോ ബേസിക്കലി ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ പിന്നെ പലപ്പോഴും ഒരു ലോൺലിനെ ക്യാരക്ടറാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരു ചേട്ടൻ PPE കിറ്റ് വെച്ചിട്ട് നടന്നു പോകുന്നൊരു സീനുണ്ട്. ജയറാമേട്ടൻ നടന്നു പോകുന്നതിന് അതിന് ശേഷം PPE കിറ്റ് ഇട്ട് നടന്നു പോകുന്ന ഒരാൾ കാണിക്കുന്നുണ്ട് നമ്മൾ. അത് ആരാണ് എന്താണെന്ന് ഒരു പിടിയില്ല. ബട്ട് ആളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ഒരു മൈന്യൂട്ട് സെക്കൻഡിന് ആ ഒരു ഫ്രെയിം മാത്രമാണ്. ഇങ്ങനെ മൈന്യൂട്ട് സെക്കൻഡിൽ ഫ്രെയിം കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ ഒരു ഇത് വരുന്നത്. ആ ബാഗിൽ എന്താണ്, അല്ലെ കിഡ്നിയാണോ? ഇപ്പോൾ ഹോസ്പിറ്റലിലെ കഥ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഹോസ്പിറ്റലുകാർ ചെയ്യുന്ന തെണ്ടിത്തരമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ന്യൂസിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവയവക്കടത്തും പിള്ളേരെ അങ്ങനെയും. സോ പാസ്റ്റിൽ ഈസ് ലിങ്ക്ഡും ഹോസ്പിറ്റലും ക്രൈമും പോലീസ് ഇതെല്ലാം കൂടി ഇഴചേർന്ന ഒരു തരം മൂവിയാണിത്. സസ്പെൻസ് ത്രില്ലർ വോട്ടെവർ നമുക്കറിയാം. പിന്നെ നമ്മൾ കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ചേട്ടൻ മയങ്ങി വീഴുന്നതാണ്. അത് എനിക്ക് തോന്നുന്ന ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ മയങ്ങി വീണത് പെട്ടെന്ന്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒരു ചേട്ടൻ വീടിന് മുന്നിലും മയങ്ങി വീഴുന്നുണ്ട്. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുൻ അശോകൻ കരയുന്നൊരു സീനാണ്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരനെ പിടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സീനായിരിക്കും തോന്നണേ. എന്നിട്ടാണ് ജയിലിലേക്ക് വരുന്നത്. അത് പാസ്റ്റ് സീനാണ്, മനസ്സിലായോ? അതങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ഷോട്ടിൽ നമ്മൾ കാണുന്നത് ഒരു അമ്മയും മോനാന്ന് തോന്നുന്നു തൊട്ടടുത്ത്, ആൻഡ് ഡോക്ടറുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ എക്യുപ്മെൻറ്റ്സ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല ഫസ്റ്റ് എയ്ഡിൻ്റെ വല്ല ബാൻഡേഡോ അങ്ങനത്തെയൊക്കെയാണ്. ആൻഡ് ഇത് ഇനിയുള്ള ഒരു ഭാഗം കുറച്ച് ട്രിക്കിയാണ്, ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ചെക്കൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ആൻഡ് തൊട്ടടുത്ത് കാണുന്നത് ഒരു പയ്യൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഡോക്ടറിന് വേണ്ടി പഠിക്കുന്ന ഒരു ചേട്ടൻ. വെരി മച്ച് സിമിലർ ഹെയർ സ്റ്റൈൽ ടുവേർഡ്സ് മമ്മൂക്കേൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചൊരു ഇമേജ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈലും ഈ ഒരു ഹെയർ സ്റ്റൈലും നല്ല സിമിലർ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് എനിക്കും തോന്നി. ഇനിയിപ്പോൾ ഇതാണ് മമ്മൂക്ക എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞ പാസ്റ്റ് വളരെയധികം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ബാക്കിയുള്ള അടുത്തുള്ള പിള്ളേരും എന്തൊക്കെയോ എഴുതുന്നുണ്ട് പാഡിൽ. ബട്ട് ഇദ്ദേഹം മാത്രം നോക്കി ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു കുട്ടീനെയോ അങ്ങനെ വലുതാവാൻ സാധ്യത, നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ്റെയും പുലിസാരുടെയാണ് ഇത് കാണിക്കുന്നത്. ആൻഡ് ഇത് ഇൻസോമേനിയ എന്ന് പറഞ്ഞൊരു രോഗം നമ്മുടെ ജയറാമേട്ടനുണ്ട്. ഇൻസോമേനിയ എന്താണെന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ. ഡിപ്രഷനൊക്കെ കൂടുതൽ വരുമ്പോൾ ആൾക്കാർ ഉറക്കാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് പരീക്ഷയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഉറക്കില്ല പിന്നെയാണ്. അപ്പോൾ തൻ്റെ പാസ്റ്റ് ആയിട്ടെല്ലാം ബ്രേക്ക് ഫ്രീ ആവണം എന്നൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്നുണ്ട്. അത് തൻ്റെ ഇൻസോമേനിയ ഫുള്ളി ക്രോണിക്കായി എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഡെവേഴ്സ് എഫക്റ്റിൽ എത്തിയിട്ടുണ്ടാവും. താൻ എന്നിട്ട് പറയുക, ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഹാലുസിനേറ്റ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര അധികം ഡിപ്രഷനിലാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഫാമിലി കുടുംബം ഒന്നുമില്ല ജയറാമേട്ടന്, ബാച്ചിലർ ആവുമെന്നാണ് കൂടുതൽ സാധ്യത. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഒരാൾ കൈക്ക് അടിക്കുന്ന ഒരു സീനാണ്. അത് ഒരു പോലീസുകാരൻ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് കാരണമായിരിക്കും. തൊട്ടടുത്ത് കാണുന്ന സീനിൽ നമ്മൾ ഒരു ലോറി, ഒരു നോർമൽ ഈ പാലൊക്കെ കൊണ്ടുപോകുന്ന ലോറി, മഞ്ഞ ലോറി റോട്ടിൽ കൂടെ ഇരുട്ടത്ത് കൂടെ പോകുന്നൊരു സീനാണ്. അടുത്ത് കുറേ സ്ട്രീറ്റ് ലാമ്പ്സ് ഒക്കെ ഉണ്ട്. ബട്ട് അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പൾസർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ബൈക്ക് വീണ് കിടക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ബൈക്കിൻ്റെ തൊട്ടടുത്ത് കുറച്ച് നീങ്ങിയിട്ട് ഒരു ചേട്ടൻ മാറി കിടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, അവിടെ മാറി കിടക്കണം. ഇത് അവിടെ ഒരു മാറിച്ചാട്ടൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു സീൻ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ വല്ല ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ആക്സിഡൻറ്റ്. പിന്നെ നമ്മുടെ നമ്മൾ കാണുന്നത് ജയറാമേട്ടൻ ഒരു ക്യാപ്സ്യൂൾ നോക്കുന്നതാണ്, മരുന്ന് നോക്കുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത് 2 പോലീസുകാരും ഉണ്ട്.
അപ്പോൾ ഒരുതരം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് നമുക്ക് കൂടുതലും ജയറാമേട്ടനെ കാണാൻ സാധിക്കുന്നത്. റിട്ടയർഡ് ആവാനാണ് കൂടുതൽ സാധിക്കും. ജോസഫ് സിനിമയിൽ എങ്ങനെയായിരുന്നു? ജോസഫ് സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് നമ്മുടെ പുള്ളിക്കാരൻ റിട്ടയർഡ് ആയിട്ട് കള്ളം കുടിച്ച് ഭയങ്കര ഷോകൻ ലൈഫിലിരിക്കുകയാണ്. ബട്ട് കേസ് വൈസ് ആകുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയുമായിട്ടുള്ളൊരു ചുമതല ഏർപ്പെടുത്തുന്നുണ്ട് സീനിയർ ഓഫീസേഴ്സ്. അതുപോലെ തന്നെയാവും ചിലപ്പോൾ ഇതിലും കാണിക്കുന്നത്. ബട്ട് ജയറാമേട്ടനാണെങ്കിൽ സ്വന്തമായിട്ടുള്ള കുറേ ട്രോമകളും ഉണ്ട്. അത് അങ്ങനത്തെ ഒരു പോയിന്റ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഡെത്ത് ഈസ് ഡ്യൂ ടു എക്സസീവ് ബ്ലീഡിങ്. ഭയങ്കര എക്സസീവ് ബ്ലീഡിങ് ആയിട്ടാണ്. പിന്നെ തൊട്ട് നമുക്ക് കാണാവുന്നത് കയ്യും ഒരു മാർക്കർ കൊണ്ട് വരയണ ഒരു സീനാണ്. ആ വരയണ സീൻ അത് ആരുടെ കൈയാണ്, ആരാണ് വരയ്ക്കുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൈ എനിക്ക് എവിടെയോ നല്ല സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ഞാനതിപ്പോൾ പറയുന്നില്ല ആരാന്ന്, ചിലപ്പോൾ അത് പാളിപ്പോയാലോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിത് പറഞ്ഞു വന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. പിന്നെ കുറേ നമ്മുടെ ടാബ്ലറ്റ്സിൻ്റെ കുറേ വീഴുന്ന ഇതുണ്ട്. പിന്നെ ഒരു പ്രിൻ്റ് ഔട്ട് വരുന്നുണ്ട്. അത് ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്ലിയർ ടോൺ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വലുതാവാനാണ് സാധ്യത. അപ്ലിക്കൻസ് ടു ഓൾ കംപ്ലീറ്റ് ബൈ അപ്ലിക്കൻസ് പേഴ്സണൽ ഇൻഫർമേഷൻ നെയിം മിസ്റ്റർ അമർ ഗംഗൻ എന്നാണ് ഇതിൽ പേര്. അതിൽ പുള്ളിക്കാരൻ ഹോം അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് അടിയത്തെ ഒരു ലൈനിൽ കാണാം ജയില് തൃശ്ശൂരിലാണ് ഷൂട്ടിംഗ് നടന്നിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എന്താണെന്നറിയില്ല. പിന്നെ ഫോൺ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ് ഈ അമർ ഗംഗൻ എന്ന് നമുക്ക് അറിയില്ല. മിസ്റ്റർ അമർ ഗംഗൻ ആരാന്ന് അറിയില്ല, ചിലപ്പോൾ ആരും ആവാം. എന്നിട്ട് നമ്മൾ കാണുന്നത് ഒരു ഇറ്റ്സ് എ 11 സ്കാൽപ്പൽ എന്ന് പറയുന്ന ഒരു മെയിൻ ഉപകരണമാണ്. അത് ഡോക്ടർമാർ സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ്. ആൻഡ് നിങ്ങൾ ഈ ഒരു പോസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ അബ്രഹാം ഓസ്ലർ ഉണ്ടല്ലോ, അബ്രഹാം നടുക്കും, ആ നടുക്ക് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ, അത് കാണുന്നത് സ്കാൽപ്പാണ്. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന എനിക്കറിയാം. അത് ഒരു സ്കാൽപ്പാണ്. അതൊരു എക്യുപ്മെൻ്റ്, ഒരു കത്തി പോലത്തെ ഒരു എക്യുപ്മെൻ്റ് പോലത്തെ ഷേപ്പിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് വേറൊരു പോയിന്റ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു 11 സ്കാൽപ്പൽ എന്ന് പറയുന്നതാണ് ഈ ഒരു മർഡർ, ഒരു എന്താ പറയുക, ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ ഒരു കില്ലറുടെ മെയിൻ ടൂള്. അപ്പോൾ ഈ കില്ലർ ഡോക്ടർ ആവാനാണ് മിക്കുന്ന സാധ്യത. ഡോക്ടർ, ഹോസ്പിറ്റല്, കണക്ഷൻ നോക്കാം നിങ്ങൾ. ഹോസ്പിറ്റല്, ലാബ്, പഠിത്തം, പിന്നെ നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു ട്രോമാസ്, ഇതെല്ലാം ഒരു കണക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ കണക്ഷനെല്ലാം ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ വിനുചേട്ടൻ എന്നല്ലേ പേര് പുള്ളിക്കാരൻ്റെ, ഫോറൻസിക് ആളാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ സഹായം തേടുകയായിരിക്കും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി, മെയിൻ വെപ്പൺ എന്താണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീക്രട്ട് വെപ്പൺ ആണെന്ന് തോന്നുന്നു ഈ സ്കാൽപ്പ് 11. പോയിൻറ്റി ആൻഡ് പിയേഴ്സിങ്, അതായത് കട്ട് ചെയ്യാനും ഭയങ്കര ഷാർപ്പും ആണെന്നാണ് പറയുന്നത്, പോയിൻ്റി ആണെന്ന് പറയുന്നത്. അത് അങ്ങനെ. അപ്പോൾ അത് വേറൊരു ടോപ്പിക്, ഒരു പോയിൻ്റാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ചേട്ടൻ്റെ, ഒരു മീശ വെച്ചിട്ട് ചേട്ടൻ, എനിക്ക് പേരറിയില്ല. പുള്ളിക്കാരൻ്റെ ഒരു പണ്ടത്തെ കാലത്തെ റെഫറൻസ് ത്രൂ ഔട്ട് ദ മൂവി പലപ്പോഴും കാണിക്കുന്നത്. അതായത് ഒരു സൈഡ് പാസ്റ്റും ഒരു സൈഡ് ഫ്യൂച്ചറുമാണ്, പ്രസൻറ്റും ആണ് കാണിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ നടന്ന സംഭവം ഫ്യൂച്ചറിൽ അതൊരു ക്ലാഷ് ആവുന്ന സംഭവം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ പലപ്പോഴും നമ്മുടെ ഇതിലും അനശ്വരയുടെ സീൻ ഇതിലുണ്ട്. അനശ്വരം ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആരാണ്? ഒരു ലവ് ഇൻട്രസ്റ്റ് ആവാനാണ് കൂടുതൽ സാധ്യത. ചിലപ്പോൾ ഈ വില്ലൻ്റെ ആവാം, അല്ലെങ്കിൽ ജയറാമിൻ്റെ മോളോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇതിൽ സ്റ്റുഡൻ്റ് ആണെന്നാണ് മെയിൻ കാര്യം, നിങ്ങൾ ഓർത്തേക്കുന്നത്. മകളോ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആവട്ടെ. ഇവളും ഒരു ഹോസ്പിറ്റലിൽ അനോട്ടോമി എന്തോ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ അങ്ങനെ ഇതിൽ വേറെ ഒരു സീനിൽ നമ്മൾ കാണുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഒരു ബാഗ് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഒരു ചേട്ടൻ. അതേ ബാഗ് പോലത്തെ ഒരു ബാഗ് സിബ് തുറക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അതിൽ ആ ഒരു ബാഗിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അതങ്ങനെ. അപ്പോൾ ഇത്ര ഞാൻ പറയുന്നുള്ളൂ. 15 മിനിറ്റ് വീഡിയോ, ഭയങ്കര ലെങ്ത്ത് കൂടി, അതിനോ ഇതിനി അപ്ലോഡ് ചെയ്തിട്ട് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഇതൊരു പാർട്ട് 1 മാത്രമാണ്. പാർട്ട് 2 ഞാൻ പിന്നെ ചെയ്തോളാം, ഇതിൽ സ്പേസ് ഉണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പകുതിയോളം എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനിയും വീഡിയോ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീഡിയോസിനെ ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.